സ്മൃതി, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു വലിയ ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. CPM-ഉം BJP-യും ഒരേ സമയം നിങ്ങൾ കരുതിയിരുന്നുള്ളൂ എന്തോ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. വിവാദങ്ങൾ തുടരുമോ? വിവാദങ്ങൾ തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇപ്പോഴും പ്രതിഷേധങ്ങൾ ഒക്കെ തുടരുകയാണല്ലോ. ക്ലിഫ് ഹൗസിലേക്ക് കാളയുമായിട്ടാണ് BJP-യുടെ യുവമോർച്ചയുടെ പ്രതിഷേധം ഉണ്ടായത്. അതിലാണ് അദ്ദേഹം പറഞ്ഞത് ആ കാളയുമായി തിരിച്ച് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വസതിയിലേക്കും ഉണ്ടാകും ഒരു പ്രതിഷേധം എന്ന്. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ തീവ്രത എത്രയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഏത് നിലയിൽ നിൽക്കുന്ന നേതാക്കൾക്കെതിരെയാണ് നമുക്കറിയില്ല. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ശേഷം ചില തെളിവുകൾ പ്രതിപക്ഷ നേതാവിൻ്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ടാകാം. ഇതിപ്പോൾ MV ഗോവിന്ദൻ ഭയമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ VD സതീശനും ഭയമില്ലായിരുന്നു. കാരണം MV ഗോവിന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യം ഉറപ്പ് പറയാം. നമുക്ക് പറയാൻ പറ്റുമോ യുവ നേതാക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കളോ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അവരെങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന നിലയ്ക്ക് ആ ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം പറയുന്നു. നേരത്തെ VD സതീശനും അതേ ഉറപ്പായിരുന്നു പാർട്ടിയെ പറ്റി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പറ്റി. അപ്പോൾ ആ ഉറപ്പാണ് തെറ്റിപ്പോയത്. അതിലാണ് ഞെട്ടിയത് പാർട്ടി. അതിലാണ് വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പാർട്ടിയിൽ നിന്ന് തന്നെ പ്രതികരണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. വനിതാ നേതാക്കൾ രാഷ്ട്രീയത്തിലേ വേണ്ട ഇങ്ങനെ ഒരാൾ എന്നൊരു ശക്തമായ നിലപാടെടുത്തത്. അപ്പോൾ സമാനതകളില്ലാത്ത രീതിയിൽ ഈ വിഷയം അങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടത്, സമാനതകളില്ലാത്ത രീതിയിൽ ഈ യുവ നേതാവ് പെട്ടെന്ന് ഉയർന്നു പൊങ്ങി വലിയ നേതാവായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതേ രീതിയിൽ താഴേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇതുവരെ എടുക്കാത്ത രീതിയിലുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പൊതുസമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് കോൺഗ്രസിനെ ഒരു ശക്തമായ നടപടിയിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. നേരത്തെ MV ഗോവിന്ദനായാലും ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട്, അത് കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനമാണ് എന്നായിരുന്നു. രണ്ടാമത്തെ ദിവസം അത് കൂടുതൽ ശബ്ദരേഖകൾ പുറത്തേക്ക് വന്നപ്പോൾ കോൺഗ്രസ് പൊതുവികാരത്തിനനുസരിച്ച് പ്രതികരിക്കണം എന്ന പ്രതികരണത്തിലേക്ക് വന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനവികാരം ആ നിലയ്ക്ക് ശക്തമായിരുന്നു എന്ന് മനസ്സിലായത് കൊണ്ടാണ്. ആ നിലയ്ക്ക് കോൺഗ്രസും അത് മനസ്സിലാക്കിയപ്പോഴാണ് നടപടികളിലേക്ക് വന്നത്. ഇനി അങ്ങോട്ട് ഇനി മുഴുവൻ രാഷ്ട്രീയമാണ്. കാരണം ഇനി തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിനും ഇനി ശക്തമായ നിലപാടുകൾ, പ്രതികരണങ്ങൾ എടുക്കേണ്ടി വരും. രാഷ്ട്രീയമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം. കാരണം 2016 ആവർത്തിക്കാൻ പാടില്ല. സോളാർ വിഷയം എങ്ങനെ പ്രതിക്കൂട്ടിലാക്കിയോ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ അത് തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതൊക്കെ അറിയാവുന്നതാണ്. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും പിന്നീട് കോവിഡ് വന്നു. ആ കോവിഡിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ആരോപണം അവിടെയും ഉയർന്നിരുന്നല്ലോ ഇടതുപക്ഷത്തിനെതിരെ. പക്ഷേ ആരോപണം ഒക്കെ കെട്ടടങ്ങിയത് അപ്പോഴേക്കും കോവിഡ് വന്ന് വലിയ രൂപത്തിലേക്ക് പൂർണ്ണമായും സർക്കാരിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ജനത, ഓരോ ദിവസവും എന്ത് മുഖ്യമന്ത്രി പറയുന്നു എന്ന രൂപത്തിൽ കാത്തിരിക്കുന്ന ഒരു ജനത, നിസ്സഹായമായ ഒരു അവസ്ഥ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതം കടന്നു പോരുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് വിശ്വസിക്കാവുന്ന ഒരു സർക്കാർ എന്നൊരു കാരണം ആ രൂപത്തിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചതും സർക്കാർ. അപ്പോൾ ആ വിശ്വാസം ആണ് ആ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ചത്. അപ്പോൾ അതവിടെ നിൽക്കുന്നു. അപ്പോൾ രാഷ്ട്രീയമായി ഈ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് രാഷ്ട്രീയമാണ്. കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ ഇപ്പുറത്ത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. നമ്മളെ സംബന്ധിച്ച് ഈ തരത്തിൽ ഈ പറഞ്ഞ ഈ വിഷയങ്ങളാണല്ലോ ചർച്ച ചെയ്യേണ്ടി വരിക എന്നുള്ളൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം ഇനിയും ലൈംഗികാരോപണങ്ങളാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരിക? അതിന്മേലാണോ അപ്പോഴും സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടാണോ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയമായിട്ട് വരികയാണോ, സ്ത്രീപക്ഷത്ത് നിന്നുള്ള പ്രതികരണങ്ങളാണോ? ഇതൊക്കെ നോക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ കേരളം ഒന്നടങ്കം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ പൂർണ്ണമായും നിർവീര്യമാക്കിയിരിക്കുന്നതാണ് ഞാൻ പറയാം. അതാണ് ഉപയോഗിക്കുന്ന വാക്ക്. കോൺഗ്രസ് നിർവീര്യമാക്കിയിരിക്കുകയാണ്. MLA സ്ഥാനം അവിടെയുണ്ട്. ഇനി MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം അവിടേക്ക് ഉയരുമ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കില്ലല്ലോ എന്ന് സാങ്കേതികമായി പറയാമെങ്കിലും ഒരു വർഷത്തിന് മേലെയുണ്ടെങ്കിൽ കാലാവധി ഉണ്ടെങ്കിലേ തെരഞ്ഞെടുപ്പിന് സാധ്യതയുള്ളൂ. പിന്നെ 8 മാസമേ ഉള്ളൂ, സാധ്യതയില്ല എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി എങ്ങനെ പ്രവർത്തിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ അവിടെ വോട്ടർ അധികാര യാത്ര എന്തിനാണ് നടക്കുന്നത്? വോട്ടർ അധികാര യാത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളത്തരത്തിനെതിരെയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം BJP ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു കാരണം ഉറപ്പായും കണ്ടെത്തും. നമ്മൾ ഹരിയാനയിൽ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണെന്നാണ്. 7 മാസം മാത്രം കാലാവധി ഉണ്ടായിരുന്ന സർക്കാരിൽ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു എന്നൊരു വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. പാലക്കാട് മറ്റൊരു വിശദീകരണം നൽകിയാലോ? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ സാധ്യത അവിടെയുണ്ട്. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുക? അത് BJPക്കാണ് ഗുണം ചെയ്യുക എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ BJP അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ BJPക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു സാഹചര്യം CPM സൃഷ്ടിക്കുമെന്നൊരു ചോദ്യം തിരിച്ച് CPM-ലേക്കുണ്ട്. കാരണം CPM പാലക്കാട് അത്ര ശക്തരല്ല എന്നുള്ള അവർക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇനി അതങ്ങോട്ട് രാഷ്ട്രീയമാണ്. ഇനി ഒരു മഞ്ഞപ്പത്രം പോലെ കേരളത്തിലെ മുഴുവൻ പത്രങ്ങളും അല്ലെങ്കിൽ മുഴുവൻ ചാനലുകൾക്കും പ്രവർത്തിക്കുന്ന, ഞാൻ വേറെ അർത്ഥത്തിലാണ് പറയുന്നത്, നമ്മൾ അതിനെ പൈങ്കിളിവൽക്കരിക്കുന്നു എന്നല്ല, രാഷ്ട്രീയത്തിലെ ഇത്തരം
രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന രൂപത്തിലേക്ക് കേരളം ചർച്ച ചെയ്യേണ്ടി വരുന്ന സോളാർ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഏത് രൂപത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തതെന്ന്. പിന്നീട് സ്വപ്ന സുരേഷ് കൊണ്ടുവന്ന വിഷയം ആ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം തിരിച്ച് മാധ്യമങ്ങളോട് ചോദ്യം ഉണ്ടായിട്ട് ഇപ്പോൾ എന്തായി, സ്വർണ്ണക്കടത്ത് എന്തായി എന്ന ചോദ്യം നമ്മൾക്ക് നേരെയാണല്ലോ വന്നത്. അപ്പോൾ ഇവരൊക്കെ പ്രതികരിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ഗതികേട് നമ്മളെ സംബന്ധിച്ചുമുണ്ട്. പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടിയിരുന്നത് ഒരു ബോംബ് തനിക്കിപ്പോൾ കിട്ടിയ ബോംബാണെങ്കിൽ അത് പറയേണ്ടിയിരുന്നു, തനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയേണ്ടിയിരുന്നു. അതല്ലാതെ നേരത്തെ കരുതി വെച്ച ഒരു ബോംബ് തനിക്ക് സമയമുള്ളപ്പോൾ പൊട്ടിക്കാൻ വെച്ചതാണെങ്കിൽ അത് പ്രതിപക്ഷ നേതാവിന് മോശമാണ്. അതാണെങ്കിൽ അത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലുള്ള ബോംബ് പൊട്ടിക്കലായിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് പറയാം. കറക്റ്റ്, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അതാണ് അതിനകത്തൊരു നിലപാട്. Meet the editors.